ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ പ്ലസ് വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് തന്നെ ജനറൽ സർവീസ് ചെയ്യണം, ഹാൻഡിൽ ടൈറ്റ് ഉണ്ട്, ആക്സിലേറ്റർ ചെക്കപ്പ്, വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി പാളൽ കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടിയത്. ബാക്ക് ടയറൊക്കെ ഫുള്ള് തീർന്ന് നിൽക്കണേ, ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കണേ. ഇതിൻ്റെ ഈ ഭാഗമൊക്കെ അത്യാവശ്യം നൂല് കാണുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ സൈഡ് ഇതിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞെടുക്കുന്നതാണ്. സൈഡിലെ ഗ്രൂ നോക്കണ്ട, സെൻറ്ററിലൊന്നും ഒരു തരി പോലും പെടുത്തില്ല. ഇതേപോലെ മൊത്തം പൊളിഞ്ഞു പൊടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ടയർ മാറ്റിയിട്ടാലാണ് ആ വെട്ടൽ മാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിനും റൈറ്റ് സൈഡിൽ ഒരല്പം തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടയർ റിമ്മിൽ നിന്ന് അഴിച്ചിട്ട് ബാക്കിലേക്ക് ഇടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ശരിക്കും ഇത് ട്യൂബ്ലെസ് ടയറാണ് വണ്ടേ, പക്ഷേ ഇതിന്മേൽ ട്യൂബ് ഇട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഫ്രണ്ടിലത്തെ കിടക്കുന്നത് ട്യൂബ്ലെസ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ തൽക്കാലം ഈ ടയർ മാത്രമേ മാറ്റിയിടാം. ഒരു പരിധി വരെ ഉള്ള വെട്ടൽ മാറിക്കോളും, ആ പാളൽ മാറിക്കോളും. ഫ്രണ്ട് ടയർ തീർമായിട്ട് ഫ്രണ്ടിൽ പുതിയതിട്ടാലും മതി. എങ്ങനെ വേണ്ടി വെച്ച് നോക്കാം. ടയറിൻ്റെയാണ് ആ പ്രോബ്ലം കാണിക്കുന്നത്. ടയർ മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കമ്പനി ലൈനർ കിടക്കണം, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ലൈനർ ക്ലീൻ ചെയ്തിടാം. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമ്മയാണ്. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ സൈഡിൽ ചെറിയൊരു ഓയിലിൻ്റെ നനവ് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ കേട്ടോ. അപ്പോൾ ഒരു മേജർ കംപ്ലയിൻ്റ് ഇപ്പോൾ കൂട്ടണ്ട. കൂടുതലായിട്ട് ഓയിൽ ലീക്ക് വരെയോ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് കാണിക്കുകയാണെങ്കിൽ മാത്രമേ അത് അഴിച്ചാൽ മതി. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചിറക്കിയിട്ടേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോക്കാം, കൂടുതലായിട്ട് പ്രശ്നം വന്ന സമയത്ത് ചെയ്താൽ മതി. ഗിയർ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു, നല്ല ഓയിലാണോ ഉള്ളത്. പിന്നെ ബാക്കിലത്തെ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടണം. കാരണം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല, അത്രയും ഔട്ടർ വലിച്ചിൽ വന്നേക്കാണ് ഈ കേബിളിന്. അപ്പോൾ ബ്രേക്ക് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേബിളും കൂടി മാറ്റിയിട്ടാലും റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ അടക്കണേ. ജസ്റ്റ് കുറച്ച് പൊടിയൊക്കെ മറ്റേ ഫസ്റ്റിലത്തെ ഇതിനകത്ത് വന്നിട്ടുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. നമ്മളതിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. കമ്പനി ബെൽറ്റൊക്കെ കിടക്കുന്നത്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ടൈപ്പ് റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ക്ലച്ചിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ആക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഇവിടെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ നമ്മളൊന്ന് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നോക്കി നമുക്ക് വേറെ ടൈറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ആ കേബിളിൻ്റെ ഇത് കാർഡിൽ എഴുതിയെന്ന് മനസ്സിലായിട്ടില്ല. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ആ ഗ്രീൻ ബുഷ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ലിങ്ക് ബുഷിനും നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ബുഷ് സെറ്റുകൾ കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. കോൺസറിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, നിലവിലിപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഓക്കെയാണ്. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ ടെസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ടയറിൻ്റെ ആയാലും ഈ റൈറ്റ് സൈഡിൽ നമ്മളിപ്പോൾ ടയർ കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഭാഗം റൈറ്റ് സൈഡ് ഭാഗം ഒരല്പം തേമാനം കൂടുതലാണ്. അത് കോമൺ ആയിട്ട് സ്കൂട്ടർ മോഡലിന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടയർ റൊട്ടേഷൻ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞ കേസ്. പക്ഷേ ഇത് അലേവിലും മോഡലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇതായിട്ട് ചെയ്യാൻ പറ്റില്ല. റിമ്മിൽ നിന്ന് അഴിച്ചിട്ട് വേണം നിറയ്ക്കാനായിട്ട്. അതിപ്പോൾ ബാക്കിലിപ്പോൾ ഇടണമെങ്കിൽ പുതിയ ടയർ ബാക്കിലിടാം. ഫ്രണ്ടിലത്തെ ഇതിപ്പോൾ തന്നെ കിടക്കട്ടെ എന്ന് വയ്ക്കാം. കൂടുതൽ പ്രശ്നം കാണിച്ചിട്ട് മാറ്റിയിട്ടാലും മതി. അപ്പോൾ നിലവിൽ ഫ്രണ്ടിലത്തെ ടയർ കുഴപ്പമില്ല, ബാക്കിലത്തെയാണ് ഫുള്ള് തീർന്നേക്കണം. അതിൻ്റെ നൂല് കാണുന്ന സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ബാക്ക് ടയറിൻ്റെ കേസ്. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കണം. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.87 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9 വോൾട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പുതിയ പ്ലഗാണ്, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ്. പിന്നെ നമുക്കതിനകത്ത് അഡീഷണൽ വന്നതെന്ന് പറഞ്ഞാൽ ഈ ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് തന്നെ. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറണം, ബുഷുകൾ ഫ്രണ്ടിലത്തെ 2 ബുഷും മാറണം, ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടാനുണ്ട്. പിന്നെ ഈ ലിവർ ഈ സാധനം ഒന്ന് ലൂസായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ ബാൻഡ് ആ ക്ലാമ്പ് പോലത്തെ ആയിട്ടാണ്, അത് മാറ്റിയിട്ട് ഞാൻ റെഡി ആയിക്കോളും. അത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ വാട്ടർ സർവീസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ജനറൽ സർവീസിൻ്റെ ഇതായിട്ടുള്ള ഡീറ്റെയിൽസ് വാട്സപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിടാം. ആ എസ്റ്റിമേറ്റൊക്കെ വാട്സപ്പിൽ ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. വൈകിട്ടത്തേക്കാണ് ആവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഡീറ്റെയിൽസ് അയച്ചെന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ.